സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളുമലയാതെ മോദമായി അവനിൽ ശരണപ്പെട്ടാരുമേ ഒരു നാളുമലയാതെ മോദമായി മരുവീലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടെത്രേ നിരപ്പുതന്നു. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടെത്രേ നിരപ്പുതന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ വിട്ടൊരു നാളും പോകുമോ അരുതാത്തതൊന്നുമേ ചെയ്യുമോ അവനെ തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിലർപ്പിച്ചു വീഴുവിൻ. ബലവും ബഹുമാനമാകവേ തിരുമുൻപിലർപ്പിച്ചു വീഴുവിൻ. തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പതിനായിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. പ്രിയരെ, നാം പാടിയതുപോലെ
ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവനെ നമുക്ക് കണ്ടുമുട്ടുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ സ്നേഹിപ്പാൻ ലഭിച്ച ഭാഗ്യം എത്രയോ വലുതാണ്. ഹല്ലേലൂയ. മറ്റെല്ലാത്തിനേക്കാളും സൗന്ദര്യമുള്ളതും ശ്രേഷ്ഠകരവുമായത് നമ്മുടെ യേശു മാത്രമാണ്. യേശുവിൻ്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് യേശുവിൽ നമുക്ക് അഭയം ചേരാം. നമ്മുടെ വിഷയങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം അതിനെ സാധ്യമാക്കി തീർക്കട്ടെ. നമ്മുടെ വിഷയങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം സാധ്യമാക്കി തീർക്കട്ടെ. അവൻ്റെ ബലമുള്ള കരത്തിലേക്ക് നമുക്ക് നമ്മുടെ വിഷയങ്ങളെ കൊടുക്കാം. അവരിൽ നമുക്ക് ആശ്രയം വെക്കാം. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവരെ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാൻ ദൈവസനം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയോ പേർ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ, വിരിക്കപ്പെട്ട ചെറിയൻ്റെ കിടി ഞങ്ങളെ സംരക്ഷിച്ച നിൻ്റെ സ്നേഹത്തിനായ സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ദേശത്തെയും ദേശനിവാസികളെയും അയൽഭവനങ്ങളെയും എല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ അവർക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കൃപ ദൈവം കൊടുക്കണമേ. ഇന്ന് പകൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ദൈവം തീർക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും, കർത്താവെ, പ്രവർത്തന മേഖലയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ കർത്താവെ, അവർക്ക് കർത്താവ് ജീവിപ്പാൻ ആവശ്യം എല്ലാ സ്വർഗത്തിലെ കുറവുകളും ദൈവം ദാനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരൊക്കെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്നു. കർത്താവെ, അവരെയും ദൈവം സംരക്ഷിക്കണമേ. നിരാശയോടും ദുഃഖത്തോടും ഭാരത്തോടും കൂടെയൊക്കെ പലരുമായിരിക്കുന്ന കർത്താവെ, ആശ്വാസം, വിടുതലും സൗഖ്യമൊക്കെ അവരുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ അവരെ പൊതിയണമേ. അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകരണമേ. അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ. ഉന്നത വിജയം കൊടുത്തതിനായ സ്തോത്രം. കർത്താവെ, ഹോസ്റ്റലിൽ പാർക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, ഉപരിപഠനത്തിനായി കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ്, മറ്റ് ഞങ്ങളുടെ ദേശത്തും വിദേശത്തുമായി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ദൈവം സംരക്ഷിച്ച് ദൈവം കാത്തു പരിപാലിക്കണമേ. രക്തക്കോട്ടയിൽ ഞങ്ങളുടെ തലമുറകളെല്ലാവരെയും വഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവെ, അവരുടെ വിഷയങ്ങളെല്ലാം ബലമുള്ള ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പലരും അശക്തരാണ്. എന്നാൽ ശക്തനായവൻ്റെ കയ്യിലേക്ക്, ബലമുള്ളവൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, നീറുന്ന വിഷയത്തോടെ ആയിരിക്കുന്ന പലരുമുണ്ട്. കർത്താവെ, പ്രാർത്ഥനയുടെ വാചകം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യം, വിടുതലും ദൈവാത്മാവ് നൽകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം കർത്താവ് വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന അനേക ഭവനങ്ങളുണ്ട്. കർത്താവെ, അനേക വ്യക്തികളുണ്ട്. കർത്താവെ, അവരോടൊക്കെ ദൈവം മനസ്സിലിവ് കാണിച്ച് അവർക്ക് ആശ്വാസം, വിടുതലും സ്വർഗീയ വചനമയച്ചവരെ കർത്താവ് ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതിന് പരിധികളുണ്ടെന്നാൽ പരിധികളും പരിമിതികളിലും ഇല്ലാതെ ദൈവമേ അവരെ ആശ്വസിപ്പിച്ചിരിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, പ്രകൃതിക്ഷോഭത്താൽ പലരും ഭാരപ്പെടുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പലരും കർത്താവെ, പ്രകൃതിക്ഷോഭത്താൽ കർത്താവെ, കുഞ്ഞുങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. കർത്താവെ, ദൈവമേ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ, പ്രകൃതിയിൽ മേൽ അധികാരം പ്രാപിച്ചവനെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രകൃതിക്ക് മേൽ അധികാരം പ്രാപിച്ചവൻ കർത്താവ്, പ്രകൃതിയെ ദൈവം നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാറ്റിലും ദൈവം നിയന്ത്രണം വെക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദേശത്തും വിദേശത്തുമായി കർത്താവെ, നിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷ വേലക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ യാത്രകളിലും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനിടയാക്കണമേ. അനേകാത്മാക്കളെ ക്രിസ്തുവിലേക്ക് അനയിക്കുവാൻ അത് കാരണമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെയും സുവിശേഷ മാധ്യമങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അടിയൻ്റെ സ്നേഹിതർ പലരും കർത്താവെ, പല ഭാഗങ്ങളിൽ പാർക്കുന്നു. ദേശത്തും വിദേശത്തുമായി പാർക്കുന്ന അടിയൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം. അവിടെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. വിശേഷൽ വാഹനം ഓടിക്കുന്ന അടിയൻ്റെ സ്നേഹിതർക്കായ സ്തോത്രം. അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ. ഓഫീസിൽ കർത്താവ്, മറ്റ് പ്രവർത്തന മേഖലകളിലൊക്കെ ആയിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തിൻ്റെ അനർത്ഥങ്ങളും എല്ലാവരെയും വിടുവെച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ രക്തക്കോട്ടയിൽ ദൈവം മറയ്ക്കണമെന്നങ്ങോട്ട്
കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ രോഗികളെ ഭാരപ്പെടുന്ന അനേകരുണ്ട്, അവർക്ക് സൗഖ്യം ദൈവം കൊടുക്കണമേ. കിടക്കയിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ദൈവാത്മാവേ, അവരുടെ കൂടെ ഇരുന്ന് അവരെ നീ ആശ്വസിപ്പിക്കണമേ. സൗഖ്യം ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ നേരോടെ വിശ്വസ്തയോടെ നിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. നീ ചെയ്ത സകല ദാനങ്ങൾക്കായി, സകല നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകി തരണമേ. വിശേഷാൽ കർത്താവേ, പ്രതികൂല കാലാവസ്ഥയിൽ കർത്താവെ ഭക്ഷണമില്ലാതെ, നല്ല വസ്ത്രമില്ലാതെ, നല്ല പാർപ്പിടമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അവരോടൊക്കെ ദൈവം പ്രഭാതത്തിൽ മനസ്സിലവ് കാണിക്കണമേ. അങ്ങനെ കർത്താവ് ഭക്ഷണമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കണമേ, വസ്ത്രം കൊടുക്കണമേ, ജീവിത സാഹചര്യങ്ങൾ കൊടുക്കണമേ കർത്താവ്, പാർപ്പിടം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരാരും നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.